ഷാഫി പറമ്പിൽ അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കും. സർ, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ സമസ്ത മേഖലയെയും സ്പർശിക്കുന്നതും രാജ്യത്തിന് തന്നെ മാതൃകയുമാണ്. ഇന്ത്യയിൽ സഹകരണ ബാങ്കിംഗ് രംഗത്ത് സ്വരൂപിക്കുന്ന നിക്ഷേപത്തിന്റെ 60% കേരളത്തിന്റെ വിഹിതമാണ്. കൂടാതെ കേരളത്തിലെ സംസ്ഥാന ജില്ലാ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ 3.51 കോടി അക്കൌണ്ടുകളും 1.27 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും 1 ലക്ഷം കോടി രൂപയുടെ വായ്പയും നിലവിലുണ്ട്. അതോടൊപ്പം നഗര ഗ്രാമ വ്യത്യാസമല്ലാതെ സമസ്ത ജനവിഭാഗങ്ങളുടെയും സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ ജീവനാടി കൂടിയാണ് സഹകരണ പ്രസ്ഥാനം. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ നിക്ഷേപത്തിൽ ഒരു പൈസ പോലും നഷ്ടപ്പെടില്ല എന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയ നടപടി സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഒന്നുകൂടി ഉയർത്തുമെന്ന് ഈ സഭ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2016 നവംബർ മാസം 22-ാം തീയതി ഇവിടെ ചട്ടപ്രകാരം 275 പ്രകാരമുള്ള സബ്സ്റ്റാൻറ്റീവ് മോഷന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നത്. സർ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൈയടിച്ച് ഒരുമിച്ച് നിന്ന് പാസാക്കിയ ഒരു പ്രമേയത്തിന്റെ ഭാഗം കേന്ദ്ര സർക്കാരിന്റെ കരങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രസിദ്ധമായ മോഡലിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇനിയും ഞങ്ങൾ പറയുന്നു, അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷം ഒരുമിച്ചുണ്ടാകുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഇവിടെ ആർക്കും വേണ്ട. സാർ, അങ്ങനെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പ്രതിരോധിക്കണമെന്ന് ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ച നമുക്കിടയിൽ നിന്ന് പിന്നെ അതിനുശേഷം ഇവിടെ ജനാധിപത്യ വിരുദ്ധമായ ചില നടപടികൾ കൈക്കൊള്ളുകയാണ്. സാർ, പണ്ട് ജില്ലാ ബാങ്കുകൾ പിരിച്ചുവിട്ടപ്പോ ഈ നിയമസഭയിൽ വന്ന് അതിലെ ജനാധിപത്യ വിരുദ്ധതയെ സംബന്ധിച്ച് വാതോരാതെ പ്രസംഗിച്ചിരുന്ന ആളുകളുടെ പ്രസംഗമെല്ലാം ഇന്നും നിയമസഭയിലെ റെക്കോർഡ്സിലുണ്ട്, ലൈബ്രറിയിലുണ്ട്. അതൊക്കെ ജീവനോടെ നിലനിൽക്കെ തന്നെ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടി, അതും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെ കൂടെ പിന്തുണ, ഈ ജില്ലാ ബാങ്കുകളുടെ കൂടെ പിന്തുണ, കേരളത്തിലെ 14 ജില്ലാ ബാങ്കുകളും അന്ന് നടന്ന സമരങ്ങളിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നോട്ട് നിരോധനത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് കേരളത്തിന്റെ എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകളിലും ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകളിലും ഒരുമിച്ച് ആ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ സമരം നടത്തിയതിനു ശേഷം, ആ കാര്യം നടന്നതിന് ശേഷം ഇപ്പോ അവിടെ നിന്ന് കോൺഗ്രസിന്റേതായ ആളുകളെ മുഴുവൻ പിരിച്ചുവിടുന്നതിന് വേണ്ടി നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നു. കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് വേണ്ടി തുടക്കം കുറിച്ച അങ്ങ് ഇവിടെ കേരളത്തിന്റെ സഹകരണ മേഖലയുടെ ഒടുക്കം കുറിക്കുന്ന നടപടികളിലേക്ക് പോകരുത് എന്നാണ് വിനീതമായി ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങയുടെ കൈകളിൽ ഇതിന്റെ രക്തക്കറ, ഇതിന്റെ പാപക്കറ ഉണ്ടാവാൻ പാടില്ല. സാർ, ഈ ജനാധിപത്യ വിരുദ്ധ നടപടികൾ തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. സാർ, കേരളത്തിലെ സഹകരണ മേഖലയിലെ ത്രിതല സംവിധാനം, അതിന്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ച്, അതിന്റെ മെച്ചത്തെ സംബന്ധിച്ചൊക്കെ നമ്മളിവിടെ സംസാരിച്ചതാ. ലോകശ്രദ്ധ നേടിയ കേരള വികസന മാതൃകയുടെ ശക്തി സ്രോതസ്സുകളിൽ ഒന്നായ സംസ്ഥാന സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തരുത് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. സാർ, ലോകശ്രദ്ധ നേടിയ ഒരു മാതൃകയിൽ പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ അനാവശ്യമായ ഒരു മാറ്റത്തിന് നമ്മൾ മുതിരുന്നത്? സാർ, ആ ജനാധിപത്യ വിരുദ്ധതയെ നമ്മൾ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ ത്രിതല സംവിധാനം എന്തുകൊണ്ട് നിലനിന്നുകൂടാ? കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചെല്ലാം നമ്മളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സാർ, SBI SPT ലയനം നടന്നപ്പോ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകൾ ആ ലയന നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ സഭയിൽ രേഖപ്പെടുത്തി. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മൾ എന്തിനാണ് സാർ പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു കേരള ബാങ്ക് എന്നുള്ള പേരിൽ ഈ സഹകരണ ബാങ്കിൽ നിലവിലുള്ള സംവിധാനത്തെയും വിശ്വാസ്യതയും വേറെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നത്? സാർ, രണ്ട് ടേമിനധികം സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവസരം കൊടുക്കരുത് എന്ന് പോലും ഈ ഓർഡിനൻസിന്റെ ഭാഗമായിട്ട് വരുന്നു എന്നറിയാൻ വേണ്ടി സാധിച്ചു. സാർ, സഹകാരികൾ അവരുടെ രക്തവും ജീവനും നൽകിയാണ് ഈ പ്രസ്ഥാനങ്ങളെ കെട്ടിപ്പടുത്തത്. സാർ, അതിന് ടേം തീരുമാനിക്കാൻ കഴിയില്ല. സാർ, അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ 2 തവണയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിൽ ഒരാൾക്ക് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം അയാൾ മാറണം. CPIM തള്ളിപ്പറഞ്ഞിട്ടുള്ള അമേരിക്കൻ മോഡൽ കേരളത്തിന്റെ സഹകരണ മേഖലയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ചില വ്യക്തമായ അജണ്ടകളോടുകൂടിയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. സാർ, ഞങ്ങൾക്കൊരു നിയന്ത്രണവുമില്ലാത്ത ഒരു സ്ഥാപനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. കേരളത്തിലെ പൊതുമേഖലയിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആ സൊസൈറ്റി നമുക്കെല്ലാവർക്കും അറിയാം. സാർ, അവിടെ അത് തുടങ്ങിയ കാലം തൊട്ട് ഇന്നേ വരെ ഏറ്റവും ഉചിതമായി ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളിച്ച് തൊഴിലവസരങ്ങൾ വരെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആ സഹകരണ സ്ഥാപനം ഉൾപ്പെടെ നിങ്ങൾ ഈ പറയുന്ന ഓർഡിനൻസിന്റെ ടേംസിന്റെ പുറത്തേക്ക് വരേണ്ടി വരും. അപ്പൊ അതിനെ ഉൾപ്പെടെ കർമ്മധീരമായി നേതൃത്വം നൽകിയിരിക്കുന്ന ആളുകളെയൊക്കെ മാറ്റി
സ്വന്തം ഇഷ്ടക്കാരെ പലരെയും അവിടെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഈ ഓർഡിനൻസ് ദുരുപയോഗം ചെയ്യപ്പെടില്ലേ? സാർ, എന്തിനാണ് പിന്നെ അത്തരമൊരു ശ്രമം? സഹകരണ മേഖലയിൽ ഒരു നേട്ടം ഇവിടെ ഇപ്പോ MLA-മാരും മന്ത്രിമാരും MP-മാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മൾ 2 ടേം എന്നൊക്കെ പലയിടത്തും പറഞ്ഞു. അതിനപ്പുറത്തുള്ള എത്രയോ ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന, അതുപോലെ തന്നെ ഇപ്പോ കേരളത്തിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനിൽ ക്യാബിനറ്റ് പദവി പോലും കൊടുത്തിട്ട് നമ്മളിവിടെ ആളുകളെ കൊണ്ട് നിർത്തുന്നില്ലേ സാർ? അതുപോലെ സഹകരണ മേഖലയിൽ എത്രയോ വർഷങ്ങളായി ഇന്ന് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടിയേട്ടൻ ഇവിടെ പ്രസംഗിച്ചത്, ബഹുമാനപ്പെട്ട അംഗം ചിറ്റൂരംഗം പ്രസംഗിച്ചത് ഞങ്ങൾ കേട്ടു. അദ്ദേഹത്തിന് മറച്ചുവെച്ച് പറയാൻ കഴിയാവുന്നതിന്റെ പരമാവധി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന, മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഈ മേഖല നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. സാർ, അങ്ങ് ഈ ഒരു ശ്രമത്തിൽ നിന്ന് പിന്മാറണം. കാരണം സഹകരണ ബാങ്കിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ള ഒരാൾ പിന്നീട് മന്ത്രിയായിരിക്കുമ്പോ ആ ബാങ്കിന്റെ പ്രത്യേകതകളും അതിന്റെ പ്രാധാന്യവും അറിയാവുന്ന ഒരാളിൽ നിന്ന് ഇത്തരമൊരു നടപടി ഒരാളും പ്രതീക്ഷിക്കുന്നതല്ല. ഈ മേഖലയിലെ നിരവധി പ്രവർത്തനങ്ങളിൽ അങ്ങേക്ക് ഇടപെട്ട് ശരിയാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് വിജയ് മല്യയ്ക്കൽ SBI ലോൺ കൊടുത്തതുപോലെ റബ്കോക്ക് ഇപ്പോഴും നിങ്ങൾ സഹായം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. അതെങ്ങനെയാണ് തിരിച്ചു വരുന്നത്? അതെന്താണ് ഇതിന്റെ ഈ സഹകരണ സ്ഥാപനങ്ങൾക്ക് അതിന്റെ മേലുണ്ടാവുന്ന ബാധ്യതകൾ എന്താണ് എന്നുള്ളതൊക്കെ പരിശോധിച്ചിട്ടാണോ അങ്ങയുടെ നടപടി എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട്. സാർ, കേരളത്തിലെ KSRTCയെ സംബന്ധിച്ച ഒരു വാക്ക് ഞാൻ ഒറ്റ കാര്യം സാർ പറയാം. ഒരുപാട് പാലക്കാടിന് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, IAS അക്കാദമി ഉൾപ്പെടെ, സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ, സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് ഉൾപ്പെടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു KSRTC ഡിപ്പോയുടെ ഒരു പുനർനിർമ്മാണം തുടങ്ങാൻ പോലും സാധിക്കാത്ത തരത്തിൽ സാങ്കേതിക കുരുക്കുകൾ അതിനെ വലയം ചെയ്യുന്ന അവസ്ഥ അതിദയനീയമായ സാഹചര്യമാണ്. അങ്ങ് സബ്മിഷനിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്, അടുത്ത ബോർഡ് യോഗം ചേരുമ്പോൾ അതിൽ പരിഗണിക്കാമെന്നുള്ളത്. സാർ, KSRTC ലാഭത്തിലാവണമെന്നുള്ളത് അവിടുത്തെ ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള ആവശ്യമായി മാറണം. ഒരു സൊസൈറ്റിയുടെ പേര് പറഞ്ഞ ഒരു കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രം പണി തുടങ്ങാൻ നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ള ആൾക്ക് കഴിയാതെ പോയതിന്റെ സാഹചര്യത്തിൽ പിന്നീട് അത് ഉപേക്ഷിച്ചു പോവുകയാണ് അയാൾ. ഇനിയിപ്പോ വീണ്ടും കൊടുക്കുമ്പോൾ ഉയർന്ന റേറ്റ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പൊ KSRTC നിലനിൽക്കണം, ലാഭത്തിലാക്കണം എന്നുള്ളത് മന്ത്രിയോ ടോപ്പ് മാനേജ്മെന്റോ മാത്രം വിചാരിച്ചാൽ പോരാ. അതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരാഗ്രഹമായി അത് മാറണം. തീർച്ചയായിട്ടും അത് പാലക്കാട്ടെ KSRTC സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി തുടങ്ങാനുള്ള നടപടികൾ അങ്ങയുടെ ഭാഗത്തുണ്ടാവണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സാർ, എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഇടതുപക്ഷത്തെ യുവജന നേതാക്കന്മാരോട് അവരോടൊരു വാക്ക് സൂചിപ്പിക്കാനുണ്ട്. നിങ്ങളിവിടെ രാവിലെ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ ഫീസ് വർധനയെ സംബന്ധിച്ച് പ്രിയപ്പെട്ട VT ബൽറാം ഒരു അടിയന്തര പ്രമേയ അവതരണ അനുമതി ചോദിച്ച ഒരു പ്രസംഗം നടത്തിയപ്പോ നിങ്ങൾ പ്രധാനപ്പെട്ട 2-3 പേര് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ തിരിച്ചു വന്നതിന്റെ ശേഷം മന്ത്രിക്ക് കൈയടിക്കുന്നൊക്കെ ഞങ്ങൾ കണ്ടു. 10,000 രൂപയുടെ വർധനവ് ഒരു വർഷമുണ്ടാക്കിയപ്പോ ഈ സഭക്കകത്ത് അന്നത്തെ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടത്തിയ പ്രസംഗങ്ങളുടെ വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. 10,000 രൂപയുടെ വർധനവ്, അന്നുണ്ടാക്കിയ കോലാഹലങ്ങളുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ എടുത്തു തരാം. അന്ന് ആ വർധനവിനെതിരെ ഇത്രയും വലിയ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒറ്റയടിക്ക് 6 ലക്ഷത്തിലധികം രൂപ വർദ്ധിപ്പിച്ചിട്ട് അതിനെതിരെ ഒരു വരി പ്രതിഷേധം പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ SFI-ക്കാരും DYFI-ക്കാരും മുദ്രാവാക്യം വിളിക്കുന്നത് M സ്വരാജിന്റെ വേണ്ടിയോ ഷംസീറിന്റെ പേര് പറഞ്ഞോ TV രാജേഷിന്റെ പേര് പറഞ്ഞോ രാജേഷിന്റെ പേര് പറഞ്ഞോ അല്ല. പേര് പറഞ്ഞ മുദ്രാവാക്യം നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്ന, അവരിപ്പോ മുദ്രാവാക്യം വിളിക്കുന്നത് ടൊവിനോ തോമസിന് വേണ്ടിയും നിവിൻ പോളിക്ക് വേണ്ടിയും ദുൽഖർ സൽമാന് വേണ്ടിയുമാണ്. കാരണം ഇപ്പൊ പ്രകടനം നടക്കുന്നത് മുഴുവൻ മെക്സിക്കൻ ഭാരത് റിലീസ് ചെയ്യുമ്പോഴും സഖാവ് റിലീസ് ചെയ്യുമ്പോഴും CIA റിലീസ് ചെയ്യുമ്പോഴുമാണ്. നിങ്ങളുടെ നിലപാടുകൾക്ക് വേണ്ടി പേര് പറയാതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർക്ക് അവസരമുണ്ടോ? കേരളത്തിലെ സ്വാശ്രയ സ്ഥാപനങ്ങളിലെ ഫീസ് വർധനവ് ഇരട്ടിയിലധികമായിട്ട് പോലും കമാന്നൊരു അക്ഷരം ഉരിയാടാൻ കഴിയാതെ ദുർബലരായിരിക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നതുപോലെ ഇവിടെ കേരള CM ഇൻവൈറ്റിംഗ് ഹ്യൂമിലിയേഷൻ ആഫ്റ്റർ ഹ്യൂമിലിയേഷൻ ദ CPM സാഗ മേ ബി കമ്മിങ് ടു എ ക്ലോസ് ഇൻ ഇന്ത്യ എന്ന് ഞങ്ങളുടെ അനുഭാവിയല്ല TJS ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോ ആ മുഖ്യമന്ത്രിയെ ഭയന്ന് ഇത്തരം അനീതികൾ നടക്കുമ്പോ തീർച്ചയായിട്ടും ശംസീർ എന്നോട് തർക്കിക്കാം. ശംസീറിന്റെ ആവേശത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ ഫീസ് വർധനവ് ശരിയല്ല എന്ന് പറയാനുള്ള ഒരാർജവം കൂടി ഒരിടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് ഉണ്ടാവേണ്ടത് ഈ കാലഘട്ടം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുക. അവിടെ ഭരണവിലാസം നേതാക്കന്മാരായി ഈ യുവജന സംഘടനയുടെ നേതാക്കന്മാർ മാറാൻ പാടില്ല എന്ന് ഞങ്ങൾ വിനീതമായി പറയുന്നു. സാർ, വാണാക്രായ് റാൻസം വെയർ എന്ന് പറയുന്ന ഒരു വൈറസ് അത് ലോകത്തെ ആകെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു.
സാർ, ആ ബാധിക്കുന്ന വൈറസ് കേരളത്തിലെ ഗവൺമെന്റായി കേരളത്തിലും ബാധിച്ചുകൊണ്ടിരിക്കുക. സാർ, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, സാർ ഞാൻ അവസാനിപ്പിക്കുക, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത്രയും ഉപദേശികളുടെ ആവശ്യം വരുമെന്ന് നിങ്ങൾ ധരിച്ചിരുന്നോ? കേരളത്തിന്റെ ഏറ്റവും സീനിയറായ ഒരു പൊളിറ്റീഷ്യൻ ഒരു സ്റ്റേറ്റ് ഭരിക്കുമ്പോൾ ഇത്രയും ഉപദേശകർ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ധരിച്ചിരുന്നോ MK ദാമോദരന്റെ കേസിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഗവൺമെന്റിന് ഉണ്ടാവുന്നു? നിങ്ങൾ ധരിച്ചിരുന്നോ EP ജയരാജൻ എന്ന മന്ത്രി ഈ ഗവൺമെന്റ് അധികാരമേറ്റ് മാസങ്ങൾക്കുള്ളിൽ രാജിവെച്ചൊഴിയേണ്ടി വരുമെന്ന്? നിങ്ങൾ ധരിച്ചിരുന്നോ AK ശശീന്ദ്രൻ എന്ന ഒരു മന്ത്രിക്ക് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ സ്ഥാനം നഷ്ടപ്പെടുമെന്ന്? സാർ, നിങ്ങൾ വിചാരിച്ചതുപോലെയാണോ ഈ ഗവൺമെന്റ്? ഇടതുപക്ഷത്തെ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാർ ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നു, ഇടതുപക്ഷം വന്നാൽ എല്ലാം ശരിയാകുമെന്ന് വിശ്വസിച്ചിരുന്നവർ. സാർ, ഞാൻ അവസാനിപ്പിക്കുക, 2 മിനിറ്റൊക്കെ എല്ലാവരും കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾ ധരിച്ചിരുന്നോ ജിഷ്ണു പ്രണോയുടെ കേസ് ഈ ഗവൺമെന്റ് ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? സാർ, നിങ്ങൾ ധരിച്ചിരുന്നോ മഹിജയെ പോലെ ഒരു അമ്മ ഈ തിരുവനന്തപുരത്ത് വരുമ്പോ കേരളത്തിലെ പോലീസ് ഇങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുക എന്ന്? സാർ, നിങ്ങൾ ധരിച്ചിരുന്നോ കേരളത്തിലെ ഗവൺമെന്റ് ഈ 11 മാസക്കാലങ്ങൾക്കുള്ളിൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ പോയി സാഷ്ടാംഗ പ്രണാമം നടത്തി 25,000 രൂപ പിറ്റേ ദിവസം ഇവിടെ വന്നിട്ട് DGP സെൻകുമാറിന്റെ സല്യൂട്ട് പിണറായി വിജയൻ സ്വീകരിക്കേണ്ടി വരുമായിരുന്നെന്ന് നിങ്ങൾ ധരിച്ചിരുന്നോ? സാർ, മൂന്നാറിലെ കേസ്, സാർ അതുപോലെ തന്നെ ലോ അക്കാദമിയിലെ കേസ്, സാർ ഉപദേശകന്മാരുടെ കോടതിയിൽ ഫൈൻ. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. അരുവില, അതുപോലെ തന്നെ ക്രമസമാധാനം. സാർ, സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിന്റെ കീഴെ വാളയാറിൽ ഒരു വീട്ടിലെ 2 പെൺകുട്ടികൾ 52 ദിവസത്തിനകത്ത് കൊല്ലപ്പെട്ടത് പോലീസിന്റെ വീഴ്ചയുണ്ടെന്ന് കമ്മീഷന്റെ ചെയർമാൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ടത് കേൾക്കേണ്ടി വരുമായിരുന്നു. സാർ, പ്രതിപക്ഷം എലിനോ ആവരുത് എന്ന് പ്ലീസ് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട മുല്ലക്കര പറഞ്ഞത് ഞങ്ങളോട് മാത്രമല്ല, പ്രിയപ്പെട്ട മുല്ലക്കര പറഞ്ഞത് ഞങ്ങൾക്കറിയാം ആരോഗ്യമാണെന്ന്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുതലാളിയുടെ ശൈലിയാണ് എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട ശ്രീ കാനം രാജേന്ദ്രനാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ മാത്രം അങ്ങ് ഈ കാര്യങ്ങൾ പറഞ്ഞതാക്കരുത്. കിഫ്ബി തട്ടിപ്പാകുമെന്നൊരു മന്ത്രി പറയും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ശിവസേനയ്ക്ക് മോറൽ പോലീസിംഗിന് പോലീസ് കൂട്ടുനിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? മഹാരാജാസിലെ കോളേജിലെ അക്രമത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മുഴുവൻ അത് വാർക്കപ്പണിക്കാരുടെ പണിയായുധങ്ങളാണെന്ന് രാജാവേ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന അവസ്ഥ ഉടനുണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് 11 മാസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുക്കുമ്പോൾ സാർ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എവറിത്തിങ് ഇസ് നോട്ട് സേഫ്, എല്ലാം ശരിയായിരുന്നു. പ്ലീസ് കൺക്ലൂഡ്. യെസ് പ്ലീസ്. എന്താണിത്? 4 മിനിറ്റായിന്ന്. ഇല്ല, അങ്ങനെ പോകാൻ പറ്റില്ല. പ്ലീസ്. Brief is beautiful. Yes.